കുഞ്ഞ് ജനിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശ്വാസം എടുക്കുന്ന സമയത്ത് ഇതുപോലെ ശബ്ദം ഉണ്ടാകുക. പേരൻസിനെ വളരെയധികം വറി ചെയ്യിക്കുന്ന ഒരു പ്രോബ്ലമാണിത്. എന്താണ് ലാരിംഗോമലേഷ്യ? അതിനു മുൻപേ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ലാരിങ്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ്. ലാരിങ്സ് എന്നത് നമ്മുടെ കഴുത്തിൽ ശ്വാസനാളത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ്. എന്താണ് ഇതിന്റെ പ്രധാന പ്രവർത്തനം? ശ്വാസം അകത്തേക്ക് കടത്തിവിടാൻ സഹായിക്കുന്നു, സംസാരിക്കാൻ സഹായിക്കുന്നു, ആഹാരം കഴിക്കുമ്പോൾ ശ്വാസനാളത്തിലേക്ക് കയറാതിരിക്കാനും ഇവ സഹായിക്കുന്നു. ലാരിംഗോമലേഷ്യക്കുള്ള കാരണം എന്താണ്? ലാരിഞ്ചൽ ടിഷ്യൂവിനുണ്ടാവുന്ന ഇമ്മെച്യൂരിറ്റി അല്ലെങ്കിൽ ന്യൂറോമസ്കുലർ ഇമ്മെച്യൂരിറ്റി, അതും അല്ലെങ്കിൽ ചിലപ്പോൾ ആസിഡ് റിഫ്ലക്സ് മൂലം ഉണ്ടാവുന്ന പ്രോബ്ലംസ് കൊണ്ട് ഈ കാരണത്താൽ കുഞ്ഞിന്റെ ലാരിഞ്ചൽ ടിഷ്യൂ സാധാരണയിൽ കൂടുതൽ മൃദുലമായതുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ സോഫ്റ്റ് ടിഷ്യൂസ് എയർവേ ഭാഗികമായി തടസ്സപ്പെടുത്തി ശബ്ദമുണ്ടാകുന്നു. അതിനെ നമ്മൾ സ്ട്രൈഡർ എന്ന് പറയും. ഇത് കുഞ്ഞുങ്ങളിൽ ഏറ്റവും കോമൺ കോസ് ഓഫ് കൺജനിറ്റൽ നോയിസി ബ്രീത്തിങ് ആണ്. കുഞ്ഞുങ്ങളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശ്വാസം എടുക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം ഉണ്ടാകുക, മലർത്തി കിടത്തുമ്പോൾ ശബ്ദം കൂടുക, ഫീഡിങ്ങിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടൽ, ശരീരത്ത് നീല നിറം, വളരെ റയർ ആയിട്ട് കുഞ്ഞുങ്ങളിൽ പുവർ വെയിറ്റ് ഗെയിനും ഉണ്ടാകാറുണ്ട്. പല കുഞ്ഞുങ്ങളിലും കുഞ്ഞ് കാമായിട്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞിനെ കമഴ്ത്തി കിടത്തുമ്പോൾ ഈ ശബ്ദം കുറയുന്നതായി കാണാറുണ്ട്. എപ്പോഴാണ് ENT സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടത്? കുഞ്ഞിന് ഫീഡിങ്ങിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വെയിറ്റ് ഗെയിൻ കുറയുകയാണെങ്കിൽ, ചെസ്റ്റ് റിട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ശ്വാസം എടുക്കുമ്പോൾ നെഞ്ച് ഉള്ളിലേക്ക് വലിഞ്ഞു പോക്കൽ, കുഞ്ഞിന്റെ ശരീരത്തിൽ ബ്ലൂ ഡിസ്കളറേഷൻ വരികയാണെങ്കിൽ, അതുപോലെ തന്നെ ശബ്ദം പ്രോഗ്രസീവായി കൂടുകയാണെങ്കിൽ. സാധാരണഗതിയിൽ ഇത് 2 വയസ്സാകുമ്പോഴേക്കും ഗ്രാജുവലി സ്റ്റോപ്പ് ആകുന്നതാണ്. പക്ഷെ ഇതിൽ കൂടുതൽ ടൈം കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിർബന്ധമായി ENT സ്പെഷ്യലിസ്റ്റിനെ കണ്ടിരിക്കണം. ഇനി പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫീഡിംഗ് ചെയ്തതിനു ശേഷം കുഞ്ഞിനെ ഫ്ലാറ്റ് ആയി കിടത്തരുത്. അതുപോലെ തന്നെ പല പല ചെറിയ ചെറിയ ഇന്റർവെല്ലുകൾ ആയി ഫീഡ് നൽകുക. ഫീഡ് നൽകിയതിനു ശേഷം ബർപ്പിംഗ് ചെയ്യുക. സ്മോക്ക് എക്സ്പോഷർ അവോയ്ഡ് ചെയ്യുക. ഇനി എന്താണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്? ഒരു ടിപ്പിക്കൽ ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ ഹിസ്റ്ററിയുമായി വരുന്ന ഒരു പേഷ്യന്റിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫൈബർ ഒപ്റ്റിക് ലാരിംഗോസ്കോപ്പി ചെയ്ത് ഡയഗ്നോസിസ് കൺഫേം ചെയ്യണം. ലാരിംഗോമലേഷ്യയെ നമുക്ക് മൈൽഡ്, മോഡറേറ്റ് ആൻഡ് സിവിയർ എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. മൈൽഡ് കേസ് ഓഫ് ലാരിംഗോമലേഷ്യയില് റെഗുലർ ഫോളോ അപ്പ് മതിയാകും. മോഡറേറ്റ് കേസ് ലാരിംഗോമലേഷ്യയില് ആസിഡ് സപ്രഷൻ ട്രീറ്റ്മെന്റും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. മോഡറേറ്റ് കേസസിൽ ഇൻസ്പിറേറ്ററി സ്ട്രൈഡറിന് പുറമെ കഫ്, ഫീഡിംഗ് ഡിഫിക്കൽട്ടി, റീഗർജിറ്റേഷൻ, അതായത് കൊടുക്കുന്ന ഫീഡ് എപ്പോഴും തികട്ടുന്ന ഒരു രീതി ഉണ്ടാവും. ഇനി സിവിയർ കേസസിലൊക്കെ ബ്രീതിങ് ഡിഫിക്കൽട്ടി, വെയിറ്റ് ഗെയിൻ ഇല്ലാത്തത്, ബോഡി സൈനോട്ടിക് ആകുക, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ സർജറി പ്ലാൻ ചെയ്യേണ്ടതാണ്. താങ്ക് യു.